ഇസ്ലാം ഖാദിമീങ്ങളോടും സ്റ്റാഫിനോടൊക്കെ ജോലിക്കാരോടൊക്കെ പെരുമാറാൻ എങ്ങനെയാ പഠിപ്പിക്കുന്ന നോക്കി നിങ്ങൾ. എന്തൊരു വൃത്തിയുള്ള മതമാണ് നമ്മൾ. എന്നിട്ട് ഈ ദീനിന്റെ അഹലുകാരായ മുതലാളിമാര് ശമ്പളം കൊടുക്കാതെ എന്തിനാണോ ഈ ഗൾഫ് രാഷ്ട്രത്തും നാട്ടിലൊക്കെ ഷോപ്പ് കൊടുക്കുന്നത്? എത്ര പാവങ്ങളാണ് കഷ്ടപ്പെടുന്നത്. അതേസമയത്ത് ഇയാൾ പുറത്തറിയപ്പെടുന്നതോ സുന്നത്ത് ജമാഅത്തിന് ഭയങ്കര സംഭാവന നൽകുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് അറിയപ്പെടലേ. ആഖിറത്തിൽ കുടുങ്ങിപ്പോവും, മരണം മോശമായി പോകും. ഒരാൾ കരയുന്ന സമയത്തും ആ കണ്ണീരിൽ നമ്മളെ പേരുണ്ടാവാൻ പാടില്ല. നമ്മളെ കൊണ്ട് ആരും വേദനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളെ കൊണ്ടൊരു മുഅ്മിൻ വേദനിച്ചാൽ മുഅ്മിനെ വേദനിപ്പിക്കാൻ പാടില്ല എന്നല്ല ഇസ്ലാമിലെ നിയമം. മനുഷ്യന്മാരാരെയും വേദനിപ്പിക്കാൻ പാടില്ല. കാരണം അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുന്നത് അയാളെ കൊണ്ട് നാട്ടിലുള്ള ഒരാളും വേദനിക്കാൻ പാടില്ല. അത് മതമുണ്ടാവട്ടെ ഇല്ലാതാവട്ടെ, ഈശ്വരവാദിയാവട്ടെ നിരീശ്വരവാദിയാവട്ടെ, രാജ്യത്തിന് കേടുവരുന്ന ഒന്നും ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് അയാൾ യഥാർത്ഥ മുസ്ലിം ആവുക.